സഭയുടെയും സഭാമക്കളുടെയും സുദീർഘമായ പ്രാർത്ഥനയ്ക്കും പ്രയത്നത്തിനും ഉത്തരമായി ക്രിസ്തുവിന്റെ മുഖവും സഭയുടെ ശബ്ദവുമായി ഷെക്കേന ടെലിവിഷൻ പൂർണ്ണതോതിൽ സംപ്രേഷണം ആരംഭിച്ചിട്ട് 1 വർഷം കടന്നുപോയി. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി മാറിയ നിരവധി മുഹൂർത്തങ്ങളുണ്ട്. കടന്നുപോയ വർഷത്തിൽ അത്തരം നിർണായക മുഹൂർത്തങ്ങളിലൂടെ ഒരു ദ്രുത സഞ്ചാരം. എല്ലാ പ്രേക്ഷകർക്കും ഷെക്കേന പോയ വർഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കാത്തിരിപ്പിന്റെ പൂർത്തീകരണമായും സ്വപ്നങ്ങളുടെ സാഫല്യമായും വിശ്വാസികൾ ഈ മാധ്യമ ശുശ്രൂഷയെ ഒരാണ്ടിനുള്ളിൽ ഹൃദയത്തിലേറ്റിക്കഴിഞ്ഞു. 2019 ഒക്ടോബർ 7 വാർത്തകളും വാർത്താധിഷ്ഠിത പ്രോഗ്രാമുകളുമായി ഷെക്കേന ടെലിവിഷൻ പൂർണ്ണതോതിൽ സംപ്രേഷണം ആരംഭിക്കുന്നത്. അവകാശവാദങ്ങളോ അമിതാത്മവിശ്വാസമോ ഇല്ലാതെ സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ തികച്ചും ശൈശവ സമാനമായ ചുവടുകൾ വെച്ചാണ് ആദ്യ നാളുകൾ പിന്നിട്ടത്. ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ വിവരപ്രളയത്തിന്റെ മഹാസമുദ്രത്തിൽ ഒഴിവാക്കാനാകാത്ത ഒരു പുതിയ ശീലമായി ഷെക്കേന ടെലിവിഷൻ ഉയർന്നു വന്നു. ഷെക്കേന ടെലിവിഷൻ, കാഴ്ചയുടെ ഒരു പുതിയ ശീലം. ആനുകാലിക വിഷയങ്ങളിൽ വിശ്വാസ സത്യങ്ങളും സഭാ നിലപാടുകളും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഷെക്കേന ടെലിവിഷൻ പ്രയാണം ആരംഭിച്ചത്. ലോകത്തെവിടെയെല്ലാം സത്യത്തെ സ്നേഹിക്കുന്ന മലയാളികളുണ്ടോ അവിടെയെല്ലാം ഷെക്കേന ടെലിവിഷൻ സ്വീകരിക്കപ്പെട്ടു. ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സുമായി യൂട്യൂബിലും എല്ലാ കേബിൾ നെറ്റ്വർക്കുകളിലും ഷെക്കേന അനിഷേധ്യ സാന്നിധ്യമായി മാറി. പതിഞ്ഞ താളത്തിൽ തുടങ്ങി കലാശത്തിലേക്ക് കൊട്ടിക്കയറുന്ന മേളഗോപുരം പോലെ തൃശൂരിന്റെ മണ്ണിൽ ആരംഭിച്ച ഷെക്കേന ടെലിവിഷൻ വളരെ പെട്ടെന്ന് കുടുംബങ്ങളുടെ സ്വീകരണ മുറികളിൽ സ്ഥിര സാന്നിധ്യമായി മാറി. 2020 മാർച്ച് മാസത്തിൽ കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാൻ വേണ്ടി ആരാധനാലയങ്ങൾ പോലും അടച്ചിടുന്ന സമയം വന്നപ്പോഴാണ് ഷെക്കേന ടെലിവിഷൻ എന്ന അനുഗ്രഹത്തിന്റെ മൂല്യവും പ്രാധാന്യവും വിശ്വാസി സമൂഹം തിരിച്ചറിഞ്ഞത്. ചരിത്രത്തിൽ ആദ്യമായി വിശുദ്ധവാര തിരുക്രമങ്ങൾക്ക് പള്ളികളിൽ പോകാൻ കഴിയാതെ വന്നപ്പോൾ സഹായമായത് ഷെക്കേന ടെലിവിഷനായിരുന്നു. 2020 മാർച്ച് 24 മുതൽ രാജ്യത്ത് ലോക്ക്ഡൌൺ ആരംഭിച്ചതോടെ നോമ്പുകാല തീർത്ഥാടനങ്ങളും വിശുദ്ധവാര തിരുക്കർമ്മങ്ങളും പ്രതിസന്ധിയിലായി. ഈ ഘട്ടത്തിലാണ് വിവിധ കത്തോലിക്ക സഭാ സമൂഹങ്ങളുടെ ദിവ്യബലിയും വിശുദ്ധവാര തിരുക്കർമ്മങ്ങളും ഷെക്കേന തത്സമയം സംപ്രേഷണം ചെയ്തത്. ദേവാലയങ്ങളിൽ പോയി തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന വിശ്വാസികൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു ഷെക്കേനയുടെ തത്സമയ സംപ്രേഷണങ്ങൾ. കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച്
ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. വിശുദ്ധ ബലിയും ആരാധനയും അനുതാപ ശുശ്രൂഷയും സമൂഹമായി പള്ളിയിലെത്താൻ കഴിയാതിരുന്ന വിശ്വാസികൾക്ക് വലിയൊരാശ്വാസമാണ് നൽകിയത്. കോവിഡ് കാലത്ത് യഥാർത്ഥ ഹീറോകളായി മാറുന്നത് ആരോഗ്യ പ്രവർത്തകർ തന്നെയാണ്. ജീവൻ പണയപ്പെടുത്തി രോഗികളെ രക്ഷിച്ചെടുക്കാൻ അവർ നടത്തുന്ന പരിശ്രമങ്ങൾ അതുല്യവും അമൂല്യവുമാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും സാന്നിധ്യമുള്ളവരാണ് മലയാളി ആരോഗ്യ പ്രവർത്തകർ. കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ ലോകരാജ്യങ്ങളിലെ മലയാളി ആരോഗ്യ പ്രവർത്തകരുടെ സേവനത്തെയും സമർപ്പണത്തെയും സമൂഹത്തിന് മുന്നിൽ ആദ്യം അവതരിപ്പിച്ചതും ആദരിച്ചതും ഷെക്കേന ടെലിവിഷനായിരുന്നു. 10 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ തങ്ങളുടെ പ്രവർത്തന മേഖലയിലെ കോവിഡ് പോരാട്ടങ്ങളുടെ അനുഭവങ്ങൾ ഷെക്കേന ടെലിവിഷനോട് പങ്കുവച്ചു. ഇത്തരത്തിലുള്ള രോഗികളെ പരിചരിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കാനായിട്ട് മുൻനിരയിലേക്ക് കടന്നു വരുന്ന ഒരു വിഭാഗമാണ് ലോകത്തിലെ എല്ലാ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും. അതിൽ പ്രത്യേകിച്ച് തന്നെ നമ്മൾ എടുത്തു പറയേണ്ടവരാണ് നമ്മുടെ കേരളീയരായ മലയാളികളായിട്ടുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും സാന്നിധ്യം. മലയാളി എന്ന നിലയിൽ വലിയ അഭിമാനബോധമാണ് മലയാളി സമൂഹത്തിന് ഈ പ്രോഗ്രാം സമ്മാനിച്ചത്. ഭരണ നേതൃത്വവും സമൂഹത്തിലെ പ്രമുഖരും ഒരു നിലപാടെടുക്കാൻ പോലും മടിച്ചു നിന്ന ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളിൽ ഷെക്കേന ടെലിവിഷൻ ഇരകളാക്കപ്പെട്ടവരുടെ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവന്നു. നിസ്സാരവൽക്കരിച്ചും ചർച്ച ചെയ്യാതെയും വിസ്മൃതിയിലാക്കാൻ ശ്രമിച്ച വിഷയത്തിന്റെ ഗൗരവം ഇതോടെ കേരള സമൂഹം തിരിച്ചറിഞ്ഞു. ഇന്നും പേടിയോടെ മാത്രമേ അവൾക്ക് ഇക്കാര്യങ്ങൾ ഓർക്കാനാവുന്നുള്ളൂ. മറക്കാൻ ആഗ്രഹിക്കുന്ന ആ ദിവസങ്ങൾ ഞങ്ങൾ അവളെ ഓർമ്മിപ്പിച്ചില്ല. പക്ഷെ ചിലത് അവൾക്ക് പറയാനുണ്ട്. മതം മാറിയില്ലെങ്കിൽ എന്നെയും കുടുംബത്തെയും ഇല്ലാണ്ടാക്കുമെന്ന് പറഞ്ഞ ഒരു ക്രൂരനോട് എനിക്ക് തീവ്രമായിട്ടുള്ള പ്രണയമാണെന്നൊക്കെ ചില വാർത്താ ചാനലുകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തീവ്ര പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ 18 വയസ്സായപ്പോൾ എനിക്ക് പോകാമെന്നല്ലോ അവൻ്റെ കൂടെ കല്യാണം കഴിച്ച്. പ്രണയത്തിന് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി ചൂഷണം ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുമല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കിക്കൂടെ നമുക്ക് ഇതെല്ലാം ലവ് ജിഹാദിൻ്റെ വീട്ടിൽ ട്രാപ്പുകളാണ്. എന്നെ ആരും വീട്ടുകാരങ്ങളിലാക്കിയിട്ടുമില്ല. എനിക്ക് എവിടെ നിന്നൊരു പ്രഷറുമില്ല. എനിക്ക് ആകെയുള്ള ഭയം ഇവനും എൻ്റെ കൂട്ടാളികളും എന്നെ എൻ്റെ വീട്ടുകാരെയും കൊന്നുകളയുമെന്ന് മാത്രം. കേസുമായിട്ട് ഞാനും എൻ്റെ കുടുംബം എന്തായാലും മുമ്പോട്ട് പോകും. നീതി കിട്ടുന്നവരെ ഞങ്ങൾ പോരാടും. സത്യം അവസാനം വിജയിക്കും. പാലാ രൂപതയുടെ സഹായം എത്രാൻ മാർ ജേക്കബ് മുരിക്കൻ പിതാവ് സന്യാസ ജീവിതം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചതുമായി ബന്ധപ്പെട്ട് ചില ഓൺലൈൻ മാധ്യമങ്ങൾ തെറ്റായ ആരോപണങ്ങളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിച്ചപ്പോൾ പിതാവിന് പൊതുസമൂഹത്തോട് മനസ്സ് തുറക്കാനും സത്യാവസ്ഥ വിശദീകരിക്കാനും അവസരമൊരുക്കിയത് ഷെക്കേനയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ സഭയുടെ ശബ്ദമാകുന്ന ഷെക്കേനയുടെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമായ സമയമായിരുന്നു അത്. ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനത്തിൻ്റെ ഒരു സ്റ്റേജ് എന്താണ്? ഇപ്പം നമുക്ക് സഭയിൽ നിന്ന് അനുവാദം ലഭിച്ചോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഔപചാരികമായി ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും അനുവാദം ലഭിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ സൂചനകളോ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. 2018 പിന്നെ കർദിനാൾ തിരുമേനിക്ക് ഞാൻ കൊടുത്തതാണ് അപേക്ഷ. പിതാവ് സിനഡിനെ സമർപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉചിതമായ സമയത്ത്. എന്നോട് അല്പം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയം ആകുന്നവരെ ഞാൻ എൻ്റെ ശുശ്രൂഷ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് പെട്ടെന്ന് ആരോ ഇങ്ങനെയൊരു കാര്യം പുറത്തോട്ട് വിട്ടതാണ്. ഒരു ചെറിയ ഒരു ആശയക്കുഴപ്പത്തിന് ഒക്കെ ഇടയായതെന്ന് എനിക്ക് തോന്നുന്നു. അതെനിക്ക് അടുത്ത സെനഡിലാണല്ലോ നമുക്ക് ഈ കാര്യങ്ങൾ പറയേണ്ടത്. സെനഡിന് ഇപ്പം ഈ ഓഗസ്റ്റിലുള്ളതില്ല. പിന്നീട് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ചിലപ്പോൾ അടുത്ത ജനുവരിയിലോ ഒക്കെ ആയിരിക്കും നടക്കുക. ഇപ്പോൾ ഈ കൊറോണ വിഷയം കൂടെ വന്നിരിക്കുന്നു. എന്തായാലും അതെല്ലാം ദൈവനിശ്ചയമാണല്ലോ. അതുകൊണ്ട് ഞാൻ സഭാ അധികാരികളെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരിലൂടെ ഒരു തീരുമാനത്തിലേക്ക്, ദൈവഹിതമാണല്ലോ ഇത്, ഇപ്പം ദൈവഹിതം നിറവേറ്റപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയെ ഞാൻ കാത്തിരിക്കുന്നു. എനിക്ക് സമയത്തെ സംബന്ധിച്ചുള്ളൊരു ഉത്കണ്ഠയില്ല. ഏത് സമയം വന്നാലും, കാരണം ഇപ്പോഴാണ് സന്തോഷത്തോടെ ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് മാറുന്നതിന് ഞാൻ മാനസികമായിട്ട് പൊരുത്തപ്പെട്ട അവസ്ഥയിലുമാണ്. ഇടുക്കി രൂപതയുടെ പ്രഥമ ഇടയൻ അഭിവന്ദ്യ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ്
2020 മെയ് 1 ഈ ലോകത്ത് നിന്നും യാത്രയായത്. ലോക്ക്ഡൌൺ കാലമായിരുന്നതിനാൽ കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് സംസ്കാര കർമ്മങ്ങൾ നടന്നത്. മലയോര കർഷകർക്കും സാധാരണക്കാർക്കും വേണ്ടി നിലകൊണ്ട ആ ഇടയ ശ്രേഷ്ഠനെ വിശ്വാസി സമൂഹം അവസാനമായി ഒരു നോക്ക് കണ്ടത് ഷെക്കേന ടെലിവിഷന്റെ ക്യാമറ കണ്ണുകളിലൂടെയാണ്. വ്യക്തിപരമായി വലിയ അടുപ്പമുണ്ടായിരുന്ന തന്റെ സഹപാഠിയുടെ വിയോഗത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തേങ്ങലടക്കാനാകാതെ വിതുമ്പിയതും ഷെഖേനയിലൂടെ ലോകം കണ്ടു. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത ദൈവം വിധി ദിവസത്തിൽ അങ്ങയെ ഉയർപ്പിച്ച് തൻ്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും അങ്ങ് സമർപ്പിച്ചിട്ടുള്ള പരിശുദ്ധ കുർബാനകൾക്കും ദൈവം പ്രതിഫലം നൽകും, ഇപ്പോഴും എപ്പോഴും നയിക്കും. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നതിന് ശേഷം കേരള സഭയിൽ ഒരു മെത്രാഭിഷേകം നടന്നു. പാലക്കാട് രൂപതയുടെ സഹായമെത്രാനായി മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവ് അഭിഷിക്തനായി. അവിടെയും കോവിഡ് പ്രോട്ടോകോൾ മൂലം ഏറെ പേർക്ക് വന്നെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഷെക്കേന ടെലിവിഷന്റെ തത്സമയ സംപ്രേഷണത്തിലൂടെ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം മെത്രാഭിഷേക ശുശ്രൂഷകളിൽ പങ്കെടുത്തു. പാലക്കാട് ചക്കാന്തറ സെയിന്റ് റാഫേൽസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന മെത്രാഭിഷേക ശുശ്രൂഷകളിൽ 100 പേർക്ക് മാത്രമാണ് പങ്കെടുക്കാൻ കഴിഞ്ഞത്. പാലക്കാട് രൂപതാ മെത്രാൻ മാർ ജേക്കബ് മനത്തോടത്ത് മെത്രാഭിഷേക ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികനായി. മാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവിന്റെ വിയോഗമാണ് പോയ വർഷത്തിലെ വേദന നിറഞ്ഞ മറ്റൊരു മുഹൂർത്തം. താമരശ്ശേരി കല്യാൺ രൂപതകളുടെ മുൻ ബിഷപ്പായ മാർ പോൾ ചിറ്റിലപ്പള്ളി 2020 സെപ്റ്റംബർ 6 ഹൃദയാഘാതത്തെ തുടർന്ന് കാലം ചെയ്തത്. സെപ്റ്റംബർ 8 താമരശ്ശേരി മേരിമാത കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന മൃതസംസ്കാര ശുശ്രൂഷകൾ ഷെഖേന ടെലിവിഷൻ തത്സമയം സംപ്രേഷണം ചെയ്തു. സീറോ മലബാർ സഭാധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികനായി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ബിഷപ്പുമാരും വൈദികരും പിതാവിന്റെ അടുത്ത ബന്ധുക്കളും മാത്രം ചടങ്ങിൽ പങ്കെടുത്തു. ടെലിവിഷനിലൂടെയും ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയും ഷെഖേന ടെലിവിഷന്റെ തത്സമയ സംപ്രേഷണത്തിലൂടെ വിശ്വാസി സമൂഹം മാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവിന്റെ അന്ത്യകർമ്മങ്ങളിൽ പ്രാർത്ഥനാപൂർവം പങ്കെടുത്തു. പരിശുദ്ധ മാതാവിന്റെ തിരുനാളിനൊരുക്കമായി സെപ്റ്റംബർ 1 മുതൽ 8 വരെ നടത്തിയ അതിശക്തമായ ശുശ്രൂഷയായിരുന്നു മിസ്പ കൺവെൻഷൻ. ഇപ്പോഴും ഷെക്കേനയുടെ യൂട്യൂബ് ചാനലിൽ ദിനംപ്രതി ആയിരങ്ങളാണ് മിസ്പ ധ്യാനത്തിന്റെ വീഡിയോകൾ കാണുന്നത്. ഫാദർ സേവ്യർ ഖാൻ വട്ടായലിന്റെ ആദ്യ ദിനത്തിലെ സന്ദേശം തന്നെ സമൂഹത്തിന് വലിയ തിരിച്ചറിവ് നൽകുന്നതായിരുന്നു. തെളിവുകളുടെയും പഠനത്തിന്റെയും അടിസ്ഥാനത്തിൽ സത്യങ്ങൾ ശക്തമായി തുറന്നു പറഞ്ഞ വട്ടായലച്ചന്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ ഫലം കണ്ടു. സഭയ്ക്കും സമൂഹത്തിനും പുത്തൻ ഉണർവും ജാഗ്രതയും നൽകി. ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ, ഫാദർ റോയ് കണ്ണൻചിറ, ബ്രദർ സന്തോഷ് കരുമത്ര, ബ്രദർ സാബു ആറുതൊട്ടി, ഫാദർ ബിനോയ് കരിമരുതിങ്കൽ തുടങ്ങിയ വചനപ്രഘോഷകർ മിസ്പ കൺവെൻഷനിൽ വചനം പങ്കുവച്ചു. സഭയിലും സമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് മിസ്പ കൺവെൻഷൻ കാരണമായി. കേരളത്തിലെ നവീകരണ രംഗത്തെ ആദ്യകാല നേതാക്കളിൽ ഒരാളായ ഫാദർ ജേക്കബ് മഞ്ഞാക്കൽ മിസ്പ ശുശ്രൂഷയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചു. കേരള സഭയെ തൊട്ടുണർത്തുവാൻ കാലങ്ങളുടെ ഗതികൾ മനസ്സിലാക്കി അത് സംഭവിക്കുന്ന സംഭവവികാസങ്ങളുടെ അർത്ഥങ്ങൾ പരിശുദ്ധാത്മാവ് ഗ്രഹിച്ച് കേരളത്തിലെ സഭയ്ക്ക് ഉപദേശങ്ങൾ, മുന്നറിയിപ്പുകൾ, താക്കീതുകൾ ഒക്കെ കൊടുക്കുന്ന തിരുവചനങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ആ 2 അച്ഛന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ, ഒട്ടേക്കാനച്ഛൻ്റെയും അതുപോലെ തന്നെ റോയച്ചൻ്റെയും പ്രസംഗം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവിൻ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് സഭ എപ്രകാരം സടകൊടഞ്ഞ് എഴുന്നേൽക്കണമെന്ന് പറഞ്ഞത്. നമുക്കറിയാം, കേരള സഭ ഒരു സിംഹമായിരുന്നു. ധാരാളം ദൈവവിളികൾ പ്രേക്ഷിതരെ നൽകി വടക്കേ ഇന്ത്യയിലെ ലോകം മുഴുവൻ വചനം പ്രഘോഷിക്കുന്നവരായി മാറി. എന്നാൽ അടുത്തൊരിടയിൽ സിംഹത്തിന്റെ പല്ല് പോയി, നഖം പോയി, പൂട പോയി.
അത് ഗർജിക്കാതിരിക്കുന്നു. പ്രിയ സഭ മേലധ്യക്ഷന്മാരെ, ഇന്ന് സഭയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന തിന്മകളെ വിവേചിച്ചറിഞ്ഞ് തക്കതായ പ്രതികരണം കൊടുക്കണമേ. സഭയുടെ സ്നേഹമില്ലായ്മ, സ്നേഹരാഹിത്യം നല്ലതുപോലെ മനസ്സിലാക്കി സഭയെ സ്നേഹത്തിലേക്ക് നയിക്കണമേ. AD 541 ബൈസന്റൈൻ ചക്രവർത്തി ജസ്റ്റീനിയൻ ഒന്നാമൻ പണി കഴിപ്പിച്ച പുരാതനവും പ്രൗഢവുമായ ഹാഗിയ സോഫിയ ദേവാലയത്തെ മോസ്കാക്കി മാറ്റിയ 2020 ജൂലൈ 24 യഥാർത്ഥ ചരിത്രത്തെ ജനമധ്യത്തിൽ അവതരിപ്പിക്കാനും ക്രൈസ്തവ സമൂഹത്തോട് ചേർന്ന് നിൽക്കാനും ഷെക്കേന ടെലിവിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1500 വർഷം പഴക്കമുള്ള ഇസ്താംബൂളിലെ ഈ ക്രൈസ്തവ ദേവാലയം മോസ്കാക്കി മാറ്റുന്നതിനുള്ള തുർക്കി ഭരണകൂടത്തിന്റെ തീരുമാനത്തെ ഹൃദയഭേദകമെന്നാണ് ഫ്രാൻസിസ് പാപ്പ വിശേഷിപ്പിച്ചത്. അധികാരമുപയോഗിച്ച് ചരിത്രത്തെ ഇല്ലാതാക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ബൗദ്ധികമായ പ്രതിരോധം തീർക്കുവാനും യഥാർത്ഥ ചരിത്രം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഷെക്കേന ടെലിവിഷന് സാധിച്ചു. പാകിസ്ഥാനിലെ ക്രൈസ്തവർ നേരിടുന്ന പീഡനങ്ങളെയും വിവേചനങ്ങളെയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച് പ്രതികരണങ്ങളെയും പ്രാർത്ഥനകളെയും ഏകോപിപ്പിക്കാൻ ഷെക്കേന ടെലിവിഷന് സാധിച്ചു. വിശേഷിച്ചും മരിയ ഷഹബാസ് എന്ന പെൺകുട്ടിക്ക് പാകിസ്ഥാൻ കോടതി നീതി നിഷേധിച്ചപ്പോൾ അതിനെതിരെ ആഗോള സമൂഹത്തിന്റെ ശ്രദ്ധ തിരിക്കുന്നതിൽ ഷെക്കേന ടെലിവിഷനും നിർണായക പങ്കുവഹിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുക, നിർബന്ധിത മതപരിവർത്തനം നടത്തുക, വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കുക. എന്നാൽ ഇതെല്ലാം ചെയ്ത പ്രതിയെ കോടതി വെറുതെ വിടുക. ലാഹോർ ഹൈക്കോടതിയിൽ നിന്ന് 14 വയസ്സുകാരിയായ മരിയ ഷഹബാസ് എന്ന പെൺകുട്ടിയുടെ ഈ നൊമ്പരം, ഈ കരച്ചിൽ എന്തുകൊണ്ടാണ് ലോകം കേൾക്കാതെ പോവുക? പ്രതിക്കൊപ്പം നല്ല ഭാര്യയായി ജീവിക്കാൻ ഉപദേശം കൊടുക്കുന്ന ജഡ്ജിമാരുടെ നിലപാടുകൾ എന്തുകൊണ്ടാണ് ലോക മനസാക്ഷിയെ നൊമ്പരപ്പെടുത്താത്തത്? എന്തുകൊണ്ടാണ് ചില പ്രത്യേക വിഷയങ്ങളിൽ മാത്രം സാംസ്കാരിക നായകർ സംസാരിക്കുന്നതും ചില വിഷയങ്ങളിൽ അവരെന്തുകൊണ്ട് ബുദ്ധിപൂർവമായ മൗനം അനുഷ്ഠിക്കുന്നു? ഷെക്കേന ബിഗ് ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നു. മരിയ, അനീതിയുടെ അധിനിവേശം. കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ സംഘടനകളെ കുറിച്ച് ഷെക്കേന ടെലിവിഷൻ പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അർഹമായ ശ്രദ്ധ ലഭിച്ചിരുന്നില്ല. മിസ്ബ കൺവെൻഷനിൽ ഫാദർ സേവ്യർ ഖാൻ വട്ടായാലും ബിഗ് ഡിബേറ്റ് ചർച്ചാ പ്രോഗ്രാമിലൂടെയും കേരളത്തിൽ സാന്നിധ്യമുറപ്പിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. കഴിഞ്ഞ 10-20 വർഷക്കാലം, ഏതായാലും 2000-ന് ശേഷം 10-20 വർഷക്കാലമായി നാം ജീവിക്കുന്ന ഈ കേരള സമൂഹം ദ്രുതഗതിയിൽ പരിണാമങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ധ്രുവീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസം തീവ്രവാദത്തിൻ്റെ വളർച്ചയാണ്. അത് എല്ലാ പാർട്ടികളിലേക്കും മാത്രമല്ല, എല്ലാ മണ്ഡലങ്ങളിലേക്കും അതിൻ്റെ സ്വാധീനം വ്യാപിപ്പിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലും മാധ്യമ ചർച്ചകളിലും ചാനൽ ചർച്ചകളിലും സിനിമാ രംഗത്തും മറ്റൊരുപാട് തരത്തിലുള്ള സാമൂഹിക ജീവിത മണ്ഡലങ്ങളിൽ, ഓരോ മണ്ഡലങ്ങളിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വന്ന് ഭവിച്ച മാറ്റങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അതിൻ്റെ പുറകിൽ ഒരു ടാർഗറ്റ് ചെയ്ത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില സമൂഹങ്ങളുള്ളതായി നമുക്ക് മനസ്സിലാകും. കേരളം തീവ്രവാദത്തിൻ്റെ, ഭീകരവാദത്തിൻ്റെ സാകേതമായി ഒരു ഒളിത്താവളമായി മാറി എന്നുള്ളത് ഇന്നും ഇന്നലെയും ആരെങ്കിലും പറയുന്നതല്ല. ഇന്ത്യ ഭരിച്ചിരുന്ന എല്ലാ പ്രധാനമന്ത്രിമാരും സ്വാഭാവികമായിട്ടും അവരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അന്വേഷണ ഏജൻസികൾ, ആ ഏജൻസികൾ റിപ്പോർട്ടുകൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണ ഇന്ത്യ പാകിസ്ഥാൻ്റെ ഒളിത്താവളമായി മാറുന്നു, ഭീകരവാദത്തിൻ്റെ ഒളിത്താവളമായി മാറുന്നു എന്നെല്ലാം പണ്ടേ സൂചിപ്പിച്ചിരുന്നു. കോവിഡ് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ മൂലം മതബോധന ക്ലാസുകൾ പ്രതിസന്ധിയിലായപ്പോൾ തൃശൂർ അതിരൂപതയും തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയും തയ്യാറാക്കിയ
മതബോധന ക്ലാസുകൾ ഷെക്കേന ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്തുകൊണ്ട് സഭയുടെ വിശ്വാസ പരിശീലന മേഖലയിൽ അനിവാര്യമായ മാധ്യമ പങ്കാളിയായി ഷെക്കേന മാറി. സീറോ മലബാർ മതബോധന ക്ലാസുകൾ തൃശൂർ അതിരൂപതയുടെ മീഡിയ വിഭാഗമായ മീഡിയ കത്തോലിക്കയാണ് തയ്യാറാക്കുന്നത്. ലത്തീൻ മതബോധന ക്ലാസുകൾ ലത്തീൻ അതിരൂപതകളുടെ നേതൃത്വത്തിലും തയ്യാറാക്കുന്നു. ദിവസവും വൈകിട്ട് 4:30 മുതൽ 5 വരെയുള്ള സമയത്താണ് മതബോധന ക്ലാസുകൾ സംപ്രേഷണം ചെയ്യുന്നത്. ഓണസന്ദേശത്തിന്റെ പേരിൽ സിസ്റ്റർ ദിവ്യയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മാപ്പ് പറയിപ്പിച്ചപ്പോഴും വസ്തുതകൾ അന്വേഷിച്ച് സമഗ്രമായ നിലപാടെടുത്തതും സമൂഹത്തിന് മുന്നിൽ സത്യാവസ്ഥ അവതരിപ്പിച്ചതും ഷെക്കേന ടെലിവിഷനായിരുന്നു. തുടർന്ന് ഈ വിഷയം സമൂഹം ഏറ്റെടുത്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ക്രൈസ്തവ സന്യാസിനിയെക്കുറിച്ചുള്ള ചില വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് സഭ്യമല്ലാത്ത കമന്റുകൾ ഫേസ്ബുക്കിൽ എഴുതി നിറച്ചവരുടെ ആത്മരോഷത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ എന്താണ്? സിസ്റ്റർ ദിവ്യ തന്റെ സ്കൂളിലെ കുട്ടികൾക്കാണ് പ്രധാന അധ്യാപിക എന്ന നിലയിൽ ഓണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ സന്ദേശം അയച്ചത്. ആ വീഡിയോയിൽ അടങ്ങിയ സന്ദേശത്തെക്കുറിച്ച് ജാതിമത ഭേദമന്യേ പലരും വളരെ നല്ല അഭിപ്രായമാണ് സിസ്റ്ററിനോട് പങ്കുവച്ചതും. സങ്കീർത്തനം 33:1 പറയുന്നത് പോലെ കർത്താവിന്റെ പദ്ധതികൾ ശാശ്വതമാണ്. അതെ, ഷെക്കേന ടെലിവിഷൻ ഒരു ദൈവിക പദ്ധതിയും കാലഘട്ടത്തിന്റെ ആവശ്യവുമാണ്. ആരംഭകാലത്തെ പരിമിതികളും പോരായ്മകളും മറികടന്ന് 1 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. ഷെക്കേന ടെലിവിഷൻ ഇനിയുമേറെ മുന്നോട്ടു പോകേണ്ടത് ദൈവത്തിന്റെയും നമ്മുടെയും ആവശ്യമാണ്. കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചും കരങ്ങൾ കോർത്ത് സഹകരിച്ചും നമുക്ക് സത്യത്തിനൊപ്പം സഹയാത്ര ചെയ്യാം. സമൂഹ മനസാക്ഷിയെ നന്മയിലേക്ക് നയിക്കാം. സംഭവ ബഹുലമായ 1 വർഷം കടന്നു പോകുമ്പോൾ ടീം ഷെക്കേനയ്ക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. ദൈവത്തോടും നിങ്ങളോടും താങ്ക് യു വെരി മച്ച്.